കണ്ടാൽ തന്നെ അറപ്പാവുന്ന ഈ ചീപ്പുണ്ടല്ലോ, അത് പെട്ടെന്ന് തന്നെ വൃത്തിയാക്കി എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. ഇത്രയും വൃത്തിയായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇന്നത്തേതിൽ. എന്നും മുടി ഇങ്ങനെ ചീകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ വൃത്തികേടായി കിടക്കും കേട്ടോ ചീപ്പ്. കാരണം മുടിയിലെ അഴുക്കും കാര്യങ്ങളൊക്കെ എണ്ണയും കാര്യങ്ങളൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടും ഇതൊക്കെയാണ് കേട്ടോ ഇങ്ങനെ ഇത്രയും വൃത്തികേടായി കിടക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ 3 ചീർപ്പാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഒന്നിങ്ങനെ വലിയൊരു കോമ്പൗണ്ട് കേട്ടോ, ഇതിൻ്റെ ഉള്ളിലും കണ്ടില്ല അഴുക്ക് മൊത്തം പറ്റി പിടിച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ എൻ്റെ കുട്ടിയുടെ ചീപ്പും കൂടെ എടുക്കുന്നുണ്ട്. വെറും 3 മിനിറ്റ് മതി കേട്ടോ ഈ വൃത്തിയേട് മൊത്തം മാറ്റണം. അതിനായിട്ട് നമ്മളൊരു ബേസൺ എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഡിഷ് വാഷ് ഉണ്ടല്ലോ അത് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. കുറച്ചധികം ഒഴിച്ചിട്ട് അതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. ആ ചീപ്പ് മുങ്ങാൻ പാകത്തിനുള്ള വെള്ളം മതി. എന്നിട്ട് നമ്മൾ ഈ 3 ചീപ്പും അതിലേക്ക് ഇട്ട് വയ്ക്കാണ് വേണ്ടത്. ഒരു 3 മിനിറ്റ് തികയ്ക്കണ്ട, അപ്പോഴേക്കും നോക്കിക്കോട്ടെ ഇടുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു ഇളകി ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം ആ വലിയ ചീപ്പുമത്തെയാണ് ഏറെ ഇളകി ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നത്. മറ്റേതൊക്കെ നമ്മളൊന്ന് ബ്രഷ് ചെയ്തപ്പോഴേക്കും മൊത്തം പെട്ടെന്ന് ഇളകി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇത്രയും റിസൾട്ട് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. അപ്പം നിങ്ങൾ ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ ജസ്റ്റ് വെറുതെ ബ്രഷ് ഇട്ടിട്ട് നമ്മൾ ഉരച്ച് കളയായിരിക്കും, പക്ഷേ എന്നാലും അതിൻ്റെ ഒരു നീറ്റ്നെസ് കിട്ടുന്നുണ്ടാവില്ല. പക്ഷേ ഈ ഒരു ഹാക്കൊന്ന് ചെയ്ത് നോക്കണം. ചൂടുവെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിങ്ങോട്ട് എന്താ പറയുക, നമ്മൾ ഉരയ്ക്കേണ്ട ആവശ്യമില്ല ശരിക്ക്. അത് കൈകൊണ്ടാക്കിയാൽ തന്നെ മൊത്തം പോകുമെന്നാണ് എനിക്ക് തോന്നണത്. അങ്ങനെ ഞാൻ ബ്രഷ് എടുത്തിട്ട് ഓരോ ചീപ്പ് വൈസ് ആയിട്ട് ഞാനിങ്ങനെ ബ്രഷ് ചെയ്ത് കളയാണ് കേട്ടോ. അപ്പോൾ ഇതുമ്പോൾ നോക്കിയപ്പോൾ മൊത്തം പോയിട്ടുണ്ട്. അവിടെ ഇവിടെ ആയിട്ട് ഒരു കുറച്ച് ഭാഗം മാത്രമേ വൃത്തികേടായി കിടക്കുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ഉരച്ചു കൊടുത്തിട്ടുണ്ട്. ഏറെ നമുക്ക് ആ യെല്ലോ കളർ ചീപ്പാണ് കേട്ടോ ഏറെ വൃത്തികേടായി കിടക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. അത് കണ്ടപ്പോഴാണ് എനിക്കിതിങ്ങനെ ചെയ്യാനും തോന്നിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. എനിക്കിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിട്ടോ. കാരണം എന്താ പറയുക, നമ്മളങ്ങോട്ട് ചെയ്യുമ്പോഴേക്കും തൊടുമ്പോഴേക്കും അത് മൊത്തം ഇങ്ങനെ ഇളകി ഇളകി പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല വൃത്തിയായി വരുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ടത് ഇഷ്ടപ്പെട്ടു ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഈ യെല്ലോ ചീപ്പിലാണ് കേട്ടോ കൂടുതൽ അഴുക്കുണ്ടായിരുന്നത്. ഭയങ്കരമായിട്ട് അഴുക്കായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഒരു ഭാഗത്തേക്ക് തൊടുമ്പോഴേക്കും ഇതേപോലെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യണേ. ഞാനിതിന് മുന്നേ വേറൊരു ഹാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മുടെ പൗഡർ വെച്ചിട്ട് നമുക്കിത് വൃത്തിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. പൗഡർ ഇതിൻ്റെ മേലെ ഇട്ടിട്ട് നമുക്ക് കുറച്ച് വേണ്ടി ഇതേപോലെ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ അതായത് ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോവും. പക്ഷേ ഇത്രയ്ക്ക് വൃത്തിയാവില്ല കേട്ടോ അത്. ഇതിൻ്റെ ഈ കിടക്കുന്ന ഈ വേസ്റ്റ് കാണുമ്പോൾ ശരിക്കും അറപ്പാവും കേട്ടോ. കാരണം ആ വെള്ളത്തിൽ മൊത്തം അതിൻ്റെ വേസ്റ്റ് ഇങ്ങനെ ഇളകി കിടക്കുന്ന കാണുമ്പോഴേ ഇത്രയും വൃത്തിയില്ലാത്ത ചീപ്പാണല്ലോ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നതെന്നൊക്കെ തോന്നൽ വന്നിരുന്നിട്ട് ഇത്ര ദിവസം. അങ്ങനെ നമ്മുടെ ചീപ്പെല്ലാം വൃത്തിയായി കഴിഞ്ഞിട്ടോ. ഇതാണ് കേട്ടോ റിസൾട്ട്. കണ്ടു നോക്ക്, നല്ല അടിപൊളിയായിട്ട് നമ്മൾ പുതിയ ചീപ്പ് വാങ്ങിക്കില്ല അതേപോലെ ആയിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു ചെറിയൊരു അഴുക്ക് പോലും അതിലുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഏറെ ഇതിൽ ഗുണമായിട്ട് വന്നത് നമ്മുടെ ചൂടുവെള്ളം ഒഴിക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ അത് ഇങ്ങോട്ട് ഇളകിയായിട്ട് പോന്നോളും. ഇതേപോലെ എൻ്റെ കുട്ടിയുടെ ചീപ്പും മറ്റേ വലിയ ചീപ്പും എല്ലാം നല്ല വൃത്തിയായി എടുത്തിട്ട്. അപ്പോൾ ഈ ഹാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, ബൈ.